ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വിശേഷം എന്നൊക്കെ പറഞ്ഞാൽ വീട്ടിലെ വിശേഷങ്ങളാണ്. ഇന്നത്തെ കുറച്ച് പാചകങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാമേ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് രാവിലെ ദോശയും ചമ്മന്തി. ഇപ്പം നമ്മുടെ ദോശയ്ക്ക് എന്നും ചമ്മന്തിയാണെങ്കിൽ അതിൻ്റെ കൂടെ ഓംപ്ലേറ്റും കാണും കേട്ടോ. അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. ഇങ്ങനെ കനം കുറച്ചെടുക്കുന്നതാണ് ഇഷ്ടം കേട്ടോ ഇവിടെ ഓംപ്ലേറ്റ്. പിന്നെ ഈ ദോശയുടെ ഒക്കെ കൂടെ കഴിക്കുമ്പം ഒരുപാട് അങ്ങോട്ട് നമ്മൾ ഈ ചോറിനൊക്കെ എടുക്കുന്ന പോലെ അത്രയും വേവിക്കത്തില്ല. തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന ദോശയില്ലേ, അല്ല ഓംപ്ലേറ്റില്ലേ, അങ്ങനത്തെയാണ് ദോശയുടെ കൂടെ അവർക്ക് ഇഷ്ടം. പിന്നെ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ അതിൻ്റെ പുറത്തോട്ടൊന്ന് തൂക്കി കൊടുക്കും. ഇത്രയും വേഗത്തിൽ തിരിച്ച് മറിച്ചിട്ടൊന്ന് ഇതാക്കി വെച്ച് എടുക്കും. ഇപ്പം നമ്മുടെ ദോശയും ഓംപ്ലേറ്റും ഒക്കെ റെഡിയായി കേട്ടോ. ഇനി നമുക്ക് ദോശയ്ക്കുള്ള ചമ്മന്തി റെഡിയാക്കാം. ചമ്മന്തിക്കുള്ള കടും കൂടെ വറുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങുവാണ്. ഇന്ന് കണ്ണൻ സ്കൂളിൽ പോകുന്നില്ല കേട്ടോ. കണ്ണൻ്റെ സ്കൂളിൽ വെച്ച് ഇന്നലെ കാലയിൽ ബെഞ്ച് വീണു. അത് വിരലല്ല വീണ്, തള്ള വിരലയിൽ. അതുകൊണ്ട് വേദനയാന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് അവൻ ആബ്സെൻ്റാണ്. ഇനി ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞ് കാണാം. സ്കൂളിൽ പോയിട്ട് റെഡിയാവൂട്ടൻ. കുറേ ദിവസം കൊണ്ട് ശ്രീദേവി ചേച്ചി ചോദിക്കുന്നു, അച്ഛനെയും കണ്ണനെയും ഒന്നും കാണുന്നില്ലല്ലോ എന്ന്. തന്നെത്താനെ ഫുഡൊക്കെ എടുത്ത് വെച്ച് മിടിക്ക് കുട്ടിയായിട്ട് പോവാണ് എൻ്റെ ചക്കരമുത്ത്. ചക്കരെ കണ്ണൻ പോകാത്തതുകൊണ്ട് ഇന്ന് അവളും പോകുന്നില്ല എന്ന് പറഞ്ഞ്. പറ്റത്തില്ല, വീട്ടിൽ ഇരിക്കാനൊക്കത്തില്ല, സ്കൂളിൽ പോകണമെന്ന് ആ പിണക്കത്തിൽ നിൽക്കുക. ആ കണ്ണൻ ഇത് കണ്ടോ, കാലെൻ്റെ മടി വെച്ച് എന്നെ കൊണ്ട് ഇങ്ങനെ തിരുമിച്ചുകൊണ്ടിരിക്കും. വേദനയാന്ന് കാലിന് വേദനയാന്ന് പറഞ്ഞുകൊണ്ട് തിരുമിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടാണോടാ ചതഞ്ഞേക്കുന്നേ? ഇവിടോ ബെഞ്ച് കാലേ വീണതാണ്. പാവം എൻ്റെ കൊച്ചിൻ്റെ കാല്, എൻ്റെ കണ്ണമ്മോൻ്റെ കാല് പോട്ടെ കേട്ടോ. അച്ചുവിനെ ഞാൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ അച്ചുവിൻ്റെ മുഖം കുത്തി വീർക്കുന്നുണ്ട്. അയ്യോ എൻ്റെ തുണിയ കറിയത്തുന്നില്ല. ഐഡൻറ്റി കാർഡൊക്കെ കിടക്കുന്ന രീതിയൊക്കെ കണ്ടോ കാലുകൊണ്ട്. സമയം പോയി അച്ചു, പോകാൻ നോക്ക്. ഓഫാക്കി ലൈറ്റ് ഓൺ ആക്കി വെച്ച് വരുന്നു. താങ്ക് യു. താക്കോലുന്നോ. നേരം വെളുത്ത് ഗേറ്റ് പോലും തുറന്നിട്ടില്ല ഇത്രയും നേരമായിട്ട്.
നല്ല വെയില. ടാറ്റാ. ഭയങ്കര കിടക്കത്തില, മുഖം ഇരിക്കുന്നുണ്ട് ഒരു തെളിച്ചമില്ലാതെ. ഇതുണ്ടോ, കാല് വയ്യാന്ന് പറഞ്ഞ് കിടക്കും അവനോടെ. സ്കൂളിൽ പോകണ്ട, ഒന്നും പോകണ്ട. ഇല്ലേടാ, ആർക്കും വയ്യ. ഇതും കൊണ്ടിരിക്കുന്നതിന് കുഴപ്പമില്ലേ, ഫോണും കൊണ്ടിരിക്കുന്നതിന് ഇല്ലേ? നല്ല ചുട്ട അടി തരാത്തതിൻ്റെ കുഴപ്പമാട്ടോ. കാല് മാറ്റി, ഞാൻ പോവാ. ഓയിൽമെൻ്റ് ഒക്കെ പറ്റിയിട്ടുണ്ട്. എനിക്ക് വേറെ ജോലിയുണ്ട്. കാപ്പി കുടിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് കേട്ടോ. ഇനി ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കണം. രാവിലെ മഴയൊക്കെ പെയ്ത് അപ്പടി ഇതായിട്ട് കിടക്കുവാണ്. ഇവിടെ നമ്മൾ നട്ട വഴുതിനെയൊക്കെ വേണ്ട. അതേണ്ട, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കുരു കിട്ടുമെന്ന് പറഞ്ഞില്ലേ? വേണ്ട, അത് കിളുത്ത് മറ്റേ ഇത് നിത്യവഴുതിനയുടെ. ഇനി വഴുതിനെയൊക്കെ നേരെപ്പോണ്ട് കുറച്ചും കൂടെ വഴുതിനെയൊക്കെ ഇങ്ങോട്ട് പറിച്ച് നടണം. കുറേ പണികളുണ്ട്. വെയിലാകുന്നതിന് മുമ്പ് വെളിയിലത്തെ പരിപാടി തീർക്കാം. മിറ്റമൊക്കെ തൂത്തെല്ലാം കഴിഞ്ഞു കേട്ടോ. മിറ്റമെല്ലാം തൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് താഴെ പറമ്പിൽ ഒരു ശകലം ചേമ്പ് നിൽപ്പുണ്ട്. അതിൻ്റെ ചോട്ടി വല്ലതും ഉണ്ടോ ഇല്ലോ എന്നൊന്നും അറിയത്തില്ല. എന്നാലും അത് നോക്കാൻ പോകാമെന്ന് വിചാരിച്ച്. അപ്പം നമുക്കൊന്ന് നോക്കിയേച്ച് വരാം. എന്തെങ്കിലും കാണുമെന്നൊന്നും എനിക്ക് ഉറപ്പില്ല കേട്ടോ. പക്ഷേ ചേമ്പ് പൂവൊക്കെ വന്നു. അപ്പോൾ അപ്പുറത്തുള്ള ചേച്ചി പറഞ്ഞത് പൂവൊക്കെ വന്നു. പൂ വന്നു കഴിയുമ്പം ചേമ്പയിൽ ചുവട്ടിൽ എന്തെങ്കിലും കാണുമെന്ന് പറഞ്ഞു. അപ്പം നമുക്കൊന്ന് നോക്കാം, വല്ല ഉണ്ടോ ഇല്ലോ എന്നൊക്കെ നോക്കാം. ഞാൻ തന്നെ ഉള്ളൂ കേട്ടോ. കണ്ണന് കാല് വയ്യാത്തതുകൊണ്ട് പിന്നെ അവൻ ഇറങ്ങി വരുന്നില്ല. ചേട്ടനിവിടെ ഇല്ല. ആ സമയം നോക്കി ഞാൻ ഇറങ്ങാൻ നോക്കുന്നതാണ്. അപ്പം നമുക്ക് പറമ്പ് മൊത്തം കാട് പിടിച്ചിറക്കാണ്. പറമ്പിലോട്ടൊന്ന് നോക്കാം. മിറ്റമെല്ലാം തൂത്ത് കഴിഞ്ഞായിരുന്നു കേട്ടോ. ഇവിടെല്ലാം അങ്ങ് പായല ഉണങ്ങി കഴിഞ്ഞ് ചിലപ്പോൾ കുറച്ചും കൂടെ ഒന്ന് പോകായിരിക്കും. അപ്പം മിറ്റമെല്ലാം തൂത്ത് വൃത്തിയാക്കിയിട്ടതിന് ശേഷമാണ് ഞാനിനി പറമ്പിലോട്ട് ഇറങ്ങുന്നത്. ഇതാണ് ഞങ്ങളുടെ പറമ്പിലോട്ട് ഇറങ്ങുന്ന വഴി. ഇത് കണ്ടോ, ഉറുമ്പ് കൂട് കൂട്ടിയിരിക്കുന്നുണ്ടോ? ഇറങ്ങി വരുന്ന വഴിക്ക് ഇങ്ങനെ വെട്ടി 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 പോകണം. മഴയും കൂടെ പെയ്ത് കിടക്കുന്നതുകൊണ്ടുണ്ടല്ലോ ഭയങ്കര കാടാ. പേടിയാവും ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയിട്ട്. ഒരു കുരുമുളക് നട്ടതാണ്. അതേ കുരുമുളകുണ്ട്, കുറ്റിക്കുരുമുളകിൻ്റെ അത്. വയറേന്ന് പറയും സംഭവം. ഇവിടെ മുഴുവനുണ്ട്. ഇത് എന്നതേലും നട്ടാൽ അതിലോട്ട് വലിഞ്ഞങ്ങ് കയറും. ഭയങ്കര ഇതൊക്കെ ഞാൻ കറ്റാർ വാഴയുടെ ഒക്കെ നട്ടതായിരുന്നു. ഒന്നും കാണാനില്ല. ഇച്ചിരി വെട്ടിക്കളയട്ടെ. തെങ്ങിൻ്റെ ഒക്കെ ഇതൊക്കെ ഒന്ന് പിന്നാലെ ഇറങ്ങിയതല്ലേ. ഇതാണ് ഞാൻ പറഞ്ഞ ചേമ്പ്. ഇതൊക്കെ പിടി പോയതാണ്. ഇത് കണ്ടോ, ഇത് പൂ കണ്ടോ? ചേമ്പില്ലെങ്കിലും താള് തോരൻ വെക്കാൻ എടുക്കാം കേട്ടോ.
ഞാൻ പറമ്പിൽ പോയിട്ടൊക്കെ വന്നു കേട്ടോ. വേർത്ത് കുളിച്ച് ഞാനത് കുളിക്കുന്നതിന് മുന്നേ ഈ പറമ്പിൽ പോകുന്നത് എന്നതറിയോ, പറമ്പിൽ പോയിട്ട് വന്നിച്ച് പിന്നെ നമുക്ക് അങ്ങ് അറപ്പാകും. അറപ്പെന്നല്ല, എന്തോ ഒരു അസ്വസ്ഥതയാണേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറമ്പിൽ പോയിട്ട് വന്നിട്ട് അത് പറിച്ചു നോക്കാം. അതിൻ്റെ ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ ചുവട്ടിലൊന്നും ഒന്നും കാണത്തില്ലെന്ന് എനിക്കറിയായിരുന്നു, ഒന്നുമില്ലായിരുന്നു അതിൻ്റെ ചുവട്ടിലൊന്നും. അപ്പം താളെടുത്ത് ഞാൻ വെച്ചാൽ മണ്ണ് കൂട്ടി കൊടുക്കുവോ അല്ലെങ്കിൽ വളം ഇടുവോ ഒന്നും ചെയ്തില്ല, ചുമ്മാ അവിടെ കിടന്ന് ഒന്ന് കുഴിച്ച് വെച്ചത് മാത്രമേ ഉള്ളൂ. പിന്നെ അപ്പുറത്തെ ചേച്ചി പറഞ്ഞുകൊണ്ട് ഞാൻ പോയെന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ പറയാൻ കാരണം വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കൈയൊക്കെ ഞാൻ പറമ്പിൽ പോവുകയും കാട് പറിക്കുകയും എല്ലാം ചെയ്യുന്നതാണ്. പക്ഷേ എൻ്റെ കൈ ഞാൻ എപ്പോഴും വൃത്തിക്ക് സൂക്ഷിക്കും. ഇനിയിപ്പം കുളിക്കുന്നതിന് മുമ്പ് ഒരു തുണി കഴുകി കഴിയുമ്പോഴത്തേക്ക് കയ്യിൽ ചെളി മൊത്തം പോകും. എന്നിട്ട് പിന്നെ നമ്മുടെ റോസ് വാട്ടറും ഗ്ലിസറിനോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയും വൈറ്റമിൻ ഇയുടെ ക്യാപ്സുളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കയ്യെ തേച്ച് കൊടുക്കുകയും ചെയ്യുവേ. അപ്പോൾ നമുക്കിനി താള് അതൊന്ന് ശരിയാക്കി എടുക്കട്ടെ. ഇവിടെ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല, എനിക്ക് മാത്രമേ ഉള്ളൂ താളൊക്കെ ഇഷ്ടം. ഇവരാരും കൂട്ടത്തില്ല. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇത് തേങ്ങ ചിരണ്ടിയിട്ട് വെക്കത്തില്ലേ, ചതച്ചല്ല തേങ്ങ ചിരണ്ടിയിട്ട് സവോളൊക്കെ ഇട്ട് വെക്കുന്നത് ഭയങ്കര ഇഷ്ടം. പിന്നെ പണ്ടുള്ളവർ പറയും തേങ്ങ 10 അരച്ചാലും താളല്ലേ കറി, എന്നാത്തിന് കൊള്ളാമെന്നുള്ള ഉദ്ദേശമാണ്. പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ. നല്ല മഴമൂടലും ഉണ്ട്, വെയിലും ഉണ്ട്. അപ്പം ഞാൻ കുറച്ച് പരിപാടികളുണ്ട് വെളിയിൽ, അതും കൂടെ ഒക്കെ ഒന്ന് ചെയ്ത് തീർത്തേച്ച് കുളിച്ചേച്ച് പിന്നെ അടുക്കളയിലോട്ട് കയറട്ടെ. ഉച്ചയ്ക്കത്തേക്ക് കറി വെക്കാനായിട്ട് കുഞ്ഞു മത്തിയാണ് കിട്ടിയേക്കുന്നത്. ഇപ്പം കറി വെക്കുമല്ല, പീര വെക്കാനായിട്ടാണ്. അതുകൊണ്ട് താള് ഞാൻ പറയും, ഇവിടെ ആർക്കും താള് വലിയ താല്പര്യം ഇല്ലയെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് താള് തോരൻ വെക്കണ്ട, മീൻ പീര വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം മീൻ പീരയും വെച്ച് കുറച്ച് വറുക്കുകയും ചെയ്യാം, കുറച്ച് തോരനും പീരയും വെച്ചേച്ച് പിന്നെ രസവും തിളപ്പിക്കാം. അപ്പം ഞാൻ ഈ മീനെല്ലാം ഒന്ന് വെട്ടിയെടുക്കട്ടെ. തീരെ അത്ര പച്ചയല്ല, നീ കുഞ്ഞു മത്തിയാണ്, ഇതിനകത്ത് കാണുന്ന അത്ര വലിപ്പമൊന്നുമില്ല കേട്ടോ, ഇച്ചിരിയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ തീരെ പൊടിമത്തിയായിരുന്നു കേട്ടോ, തീരെ പൊടിമത്തി തന്നെയല്ല. ഇത് നെയ്യുണ്ടായിരുന്നു, അതുകൊണ്ടുണ്ടല്ലോ വെട്ടാൻ ഭയങ്കര പാടായിരുന്നു. പിന്നെ അത്ര പച്ചയല്ലായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ നമ്മുടെ ഇത് പെട്ടെന്നുണ്ടാക്കുന്ന ഒരു മീൻ പീരയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കാതെ എടുക്കുന്നതാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് തവണ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഈ മീൻ പീരയൊക്കെ. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്ന മീൻ പീര. മുളക് പൊടിയും ചുമന്നുള്ളിയും പിന്നെ മല്ലിപ്പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ തേങ്ങയും കൂടെ ചതച്ചെടുക്കുന്നതാണ്. അപ്പം ഞാൻ ഇച്ചിരി എണ്ണ ഒഴിക്കുവാണ്. ഇത് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ മീൻ പീര റെഡിയായി. ഇവിടെയൊക്കെ മീൻ തോരൻ എന്നാണ് പറയുന്നത് കേട്ടോ. ചോറിനി ഒന്ന് തിളപ്പിച്ചേ ചൂറ്റും. നമ്മൾ ഈ ചോറ് എപ്പോഴും റൈസ് കുക്കറിനകത്ത് വെക്കുന്നവരുണ്ടല്ലോ, റൈസ് കുക്കറിനകത്ത് വെക്കുന്നവർ പലരും ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചാൽ, ചോറ് അതിനകത്തോട്ട് ഒന്ന് തിളച്ചതിന് ശേഷം എടുത്ത് വെക്കും. വെച്ച് കഴിഞ്ഞ് പിന്നെ അത് തിളപ്പിക്കാതെ അതങ്ങ് ഊറ്റും. അന്നേരമുള്ള കുഴപ്പം എന്നാണെന്നറിയോ, ഇത് വെള്ളം വിട്ടിരിക്കും ചോറ്. ഇതിപ്പോൾ നമ്മൾ ഒന്നും കൂടെ ഒന്ന് അടുപ്പേ വെച്ചൊന്ന് തിളപ്പിച്ച് വെച്ച് ഇതങ്ങ് ഊറ്റാങ്കി ഉണ്ടല്ലോ, നമ്മൾ തീ കത്തിക്കുന്ന വിറകടുപ്പ് വെച്ച് കത്തിക്കത്തില്ലേ, വിറകടുപ്പിൽ വെച്ച് ചോറ് വെക്കത്തില്ലേ, അതുപോലെ ഇരിക്കും. നല്ല ഒരു ശകലം പോലും ചോറ് വെള്ളമയം കാണത്തില്ല. അതുപോലെ കുക്കറിലാണെങ്കിലും അങ്ങനെ തന്നെ മതി. കുക്കറിട്ട് ചോറ് വെച്ചതിന് ശേഷം നമ്മൾ ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം അതൊന്ന് ഊറ്റുവാണെങ്കിൽ നല്ല ഈ വെള്ളം പിടിച്ചിരിക്കുന്ന പോലത്തെ ചോറായിരിക്കത്തില്ല, നല്ല ഫ്രഷ് ആയിട്ടുള്ള ചോറായിരിക്കും. അപ്പം ഞാൻ ചോറിന് തിളയ്ക്കണം, അത് ഊറ്റണം, പിന്നെ മീൻ വറക്കണം, രസവും കൂടെ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കറിയൊക്കെ. രസവും റെഡിയായി. ഇത് നമ്മുടെ പെട്ടെന്ന് തട്ടിക്കൂട്ട് രസമായിട്ട്, കായവും ഒന്നും ചേർക്കാത്ത രസമാണ്. ഈ മീൻ പീരയുടെ കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പം ഞങ്ങളിനി ചോറൊക്കെ ഉണ്ണാനായിട്ട് തുടങ്ങുവാണ്. മത്തിയും വറുത്ത്, ഇനി വേറെ കറികളൊന്നും ഇനിയില്ല. മീൻ പീരയും മത്തി വറുത്തതും രസവും മതി. ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കറി ഇതൊക്കെയാണ്. തന്നെയുള്ളോ? അങ്ങനെ കുടുംബശ്രീയും തൊഴിലുറപ്പുകാരും എല്ലാവരും കൂടെ കൂടിയുള്ളൊരു വൃത്തിയാക്കൽ ആണോ? എന്നോടിപ്പോൾ ശശിയേട്ടൻ പറഞ്ഞതേ ഉള്ളൂ ഇന്നോടും വൃത്തിയാക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നേ. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.